അത് മൗലവി ഇങ്ങനെ തട്ടിവിടുകയാണെന്നൊക്കെ ചിലപ്പോൾ തോന്നാതിരിക്കാൻ വേണ്ടി, ഇനി അതല്ല ഇത് ഏറ്റെടുത്തിട്ട് ആരെങ്കിലും സംവദിക്കാറുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊരു വെല്ലുവിളി സ്വരത്തിൽ ചോദിക്കുകയാണ്, ഇതിനെ നിഷേധിക്കാൻ വിസ്ഡം വിഭാഗത്തിന് സാധിക്കുമോ? ഈ പറഞ്ഞ കാര്യങ്ങളെ നിഷേധിക്കാൻ. ഒന്ന്, ജിന്നിൻ്റെ കഴിവിൽപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ് ഇവർ സങ്കല്പിച്ചുണ്ടാക്കിയ കാര്യം. അള്ളാഹ് പറഞ്ഞത് അങ്ങനെ ഒരു കഴിവില്ലെന്നാ. ഞാൻ ഒരു പ്രയാസത്തിലകപ്പെട്ട് ഞാൻ ആരെങ്കിലും ഒരാളെ ഫോൺ ചെയ്ത് വിളിച്ചാൽ അയാൾ വരും എന്ന് സങ്കല്പിക്കാം. പക്ഷേ ഇവിടെ എവിടെയെങ്കിലും ജിന്നുണ്ടെന്ന് കരുതി ഞാൻ വിളിച്ചാൽ ജിന്നിനെ സഹായിക്കാൻ കഴിയില്ല എന്ന് അള്ളാന്റെ ഖുർആൻ പറഞ്ഞതാ. അള്ളാഹ് പറഞ്ഞു നിങ്ങൾ വിളിച്ചു നോക്കാനാണ് പറഞ്ഞത്. ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനിഹി, നിങ്ങൾ അള്ളാഹുവിന് പുറമെയുള്ള ഈ ആളുകളെ നിങ്ങൾ വിളിച്ചാൽ വരുമെന്ന് നിങ്ങൾ ജൽപ്പിക്കുന്ന, നിങ്ങൾ രക്ഷിക്കുമെന്ന് നിങ്ങൾ ജൽപ്പിക്കുന്ന ആളുകളെ നിങ്ങൾ വിളിച്ചു നോക്ക്, നിങ്ങൾ വിളിച്ചു നോക്കുന്ന ഖുർആൻ പറയുന്നത്. ഫലാ യംലികൂന കശ്ഫദ്ദുരി അൻകും വലാ തഹ്വീല, നിങ്ങളുടെ ഒരു പ്രയാസം നീക്കിത്തരാനോ നിങ്ങൾ ഇന്നുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വരുത്താനോ അവർക്ക് കഴിയില്ല. അള്ളാഹ് പറയാണ് കഴിയില്ല. ഈ ആയത്ത് അവതരിക്കാനുള്ള അവതരണ പശ്ചാത്തലം നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്ക്. മുഹമ്മദ് റസൂലുള്ള മക്കത്ത് ജീവിക്കുമ്പോൾ അവിടെ കുറേ ജിന്നുണ്ട്. മക്കയിൽ ജിന്നിപ്പോൾ എല്ലായിടത്തും ഉണ്ടാവല്ലോ. മക്കയിലെ കുറേ ജിന്നുകൾ അവരിങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോൾ ഖുർആൻ കേൾക്കുകയാണ്. നബി ഇങ്ങനെ ഖുർആൻ ഓതുന്നു, സുബഹിസ്കാരത്തിൽ ഖുർആൻ കേൾക്കുകയാണ്. അപ്പോൾ ഈ ജിന്നുകളെല്ലാം അവിടെ നിന്നു. കൊള്ളാലോ, ഇത് കൊള്ളാലോ. അവരിത് ആകർഷിച്ചു, അവരെല്ലാം കൂടെ മുസ്ലിമായി. ഇതൊന്നും നമ്മളറിയണില്ല. ആര്? മുഹമ്മദ് റസൂൽ പോലും അറിയണില്ല. അവർ മുസ്ലിമായി വിവരം പിന്നെ അല്ലാഹ് വഹി കൊടുക്കുമ്പോഴാണ് റസൂൽ അറിയണേ. ഇങ്ങനെ വഴിയെ പോയ കുറേ ജിന്നുകൾ ഖുർആൻ കേട്ട് മുസ്ലിമായി എന്ന് നബി അറിയുന്നത്. വലക്കത് ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട കുറേ ആളുകൾ ഖുർആൻ കേട്ടു. എന്നിട്ട് അവർ പറഞ്ഞു ഇന്നാ സമഅനാ ഖുർആനൻ അജബാ, ഞങ്ങൾ അത്ഭുതകരമായ ഖുർആൻ കേട്ടു എന്ന് അവർ പറഞ്ഞത് അള്ളാഹു റസൂലുള്ളാഹിക്ക് വഹി കൊടുക്കുമ്പോഴാണ് നബി അറിയുന്നത്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് അവിടെ. വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ ആ സമയത്ത് ഇതുപോലെ ആയിരുന്നു. ഏത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ജിന്നെ ഞങ്ങൾ നോക്കിക്കോണേ, അവർ പറയും ജിന്നെ ഞങ്ങളുടെ പ്രശ്നം, ജിന്നെ എൻ്റെ കുട്ടി, ഇങ്ങനെ ഓരോന്നും ജിന്നിനെ വിളിച്ച് പറയുമായിരുന്നു. അപ്പോൾ ഈ ജിന്നാകട്ടെ, ഇവർ വിളിച്ചുകൊടുത്ത ജിന്നുകളൊക്കെ മുസ്ലിങ്ങളുമായി. അപ്പം മരിച്ച ജിന്നല്ല, ജീവിച്ചിരിക്കുന്ന മക്കയിലുള്ള ജിന്നുകൾ മുസ്ലിങ്ങളായി. അവരെ വിളിക്കുന്ന ആളുകളോട് അള്ളാഹ് പറയാണ് നിങ്ങൾ അവരെ വിളിച്ചിട്ട് കാര്യമില്ല. ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അവരൊക്കെ മുസ്ലിങ്ങളായിട്ട് ഇപ്പോൾ അള്ളാഹിനെ ആരാധിക്കുകയാണ്. ആര്? ഞാൻ പറഞ്ഞു മനസ്സിലായോ? ആര്? നിങ്ങൾ വിളിക്കുന്ന ജിന്നുകൾ മരിച്ചവരല്ല, ജീവിച്ചിരിക്കുന്നവരാണ്. ഇപ്പോൾ അവർ മുസ്ലിമായിട്ടുണ്ട്. അവർ അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗം തേടുകയാണ്. യർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു, അള്ളാഹിനെ പേടിച്ച് ജീവിക്കുകയാണ് അവരെ. അള്ളാഹിന്റെ ശിക്ഷയെ ഭയപ്പെടുകയാണ്. അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ് അവര്. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടേണ്ടത് തന്നെ എന്ന് സൂറത്ത് ഇസ്രായേൽ അള്ളാഹ് പറയാണ്. അപ്പൊ ഈ ആയത്തിനെതിരെ ഒരു തത്വം കൊണ്ടുവന്ന് അവതരിപ്പിക്കണമെങ്കിൽ, ഒരു തത്വം പറയണമെങ്കിൽ അതിന് വേറെ ഇതിനെ മൻസൂഹാക്കുന്ന, ദുർബലപ്പെടുത്തുന്ന തെളിവ് വേണ്ടേ? അപ്പോൾ ഇത് ശിർക്കല്ല. ജിന്നുകളോട് ഈ പറയുന്ന സഹായതേട്ടം ശിർക്കല്ല. തേടണമെന്നോ തേടേണ്ടതാണെന്നോ ഒന്നും പറയണില്ല. അത് ശരി, മാറ്റിവെച്ചോ, തേടരുത് ഒരിക്കലും. പക്ഷേ ഈ ശിർക്കല്ല എന്ന് ഈ പറഞ്ഞതുണ്ടല്ലോ, അതിന് ദലീൽ എവിടെ? ശിർക്കാന്ന് അള്ളാഹ് പറഞ്ഞെടുത്ത് അല്ല എന്ന് പറയണമെങ്കിൽ ഞാൻ നബിയാകണ്ടേ? ഇപ്പം ചില ആൾക്കാർക്ക് ഈ വിസ്ഡം വിഭാഗത്തിൻ്റെ ഒരു നബിയാണ് ഇപ്പം ഞാൻ. കാരണം അവരുടെ ആകെയുള്ള തെളിവ് ഞാനാന്നാ പറയണേ. ഞാൻ തെളിവാണ്, ഞാൻ നബിയാകണ്ടോ? ഞാൻ നബിയാകണ്ടേ? ഞാൻ പ്രവാചകനാകണ്ടേ? മനസ്സിലാക്കണം. എൻ്റെ ഒരു വാക്കെടുത്ത് ഇതാണ് തെളിവ് എന്ന് പറയണമെങ്കിൽ, അത് സ്വീകരിക്കണമെങ്കിൽ നബിയാകണ്ട ഞാൻ. വല്ലാഹി ഞാൻ നബിയല്ല. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്തതിനെ കുറിച്ച് പറയരുത്. ഞാൻ നബിയല്ല, എനിക്ക് വഹിയുമില്ല. ഞാൻ വഹിയുള്ള മുഹമ്മദ് റസൂലുള്ളാഹിനെ പിൻപറ്റുന്ന റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലെ ഒരു അണി മാത്രമാണ്. അപ്പോൾ വളരെ കൃത്യമാണ്, ലളിതമാണ് സംഗതി. ഒന്ന്, ഈ സഹായ തേട്ടത്തിൽ ശിർക്കല്ല എന്ന് പറയുന്ന വാദം അപകടം. രണ്ട്, ഇതുമായി ബന്ധപ്പെടുത്തി ഇവർ ജിന്നിനെയൊന്നും വിളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയി മന്ത്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് അതിലും വലിയ അപകടം. അപ്പം അത് പൊതുസമൂഹത്തോട് പറഞ്ഞാൽ അതിന് പാടില്ല, അത് ഒരിക്കലും നമുക്ക് അനുവദനീയമല്ല, ഇത് ശിർക്കായ സംഗതിയാണ്, നമ്മളത് ഒഴിവാക്കണം എന്ന പൊതുതത്വത്തിലേക്ക് വന്നാലല്ലാതെ വേറെന്ത് അമൽ ചെയ്താലും അള്ളാഹ് സ്വീകരിക്കൂല. അതാണ് ഈ ശിർക്കിൻ്റെ പ്രശ്നം. നമ്മൾ ഒരുപാട് പണിയെടുക്കും, അത് ചെയ്യണില്ലേ? സ്ക്രീൻ വെച്ച് പരിപാടി നടത്തുന്നില്ലേ? നമ്മളിപ്പോൾ മറ്റേ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പുതിയ സംഗതികൾ ഉപയോഗപ്പെടുത്തുന്നില്ല. എല്ലാം ഉപയോഗപ്പെടുത്തിയാലും ആഖിറത്തിലെത്തുമ്പോൾ ഖുർആൻ പറഞ്ഞു ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. എന്താ പറഞ്ഞ വാചകം എന്നറിയോ? ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് തഅബാനായി,
അധ്വാനിച്ച് ക്ഷീണിച്ച് പരലോകത്ത് വന്നാണ്. പക്ഷേ തസ്ലാ നാറൻ ഹാമിയ, പോണത് നരകത്തിലേക്കാണ്. എന്തേ സംഭവിച്ചത്? അടിസ്ഥാനമില്ല, ഫൗണ്ടേഷൻ ഇല്ലാതെ അതിൻ്റെ മുകളിൽ കുറേ സംഗതി കെട്ടിപ്പോയി ഇവൻ പണിയെടുക്കുകയാണ്, പണിയോട് പണിയാണ്. പക്ഷേ അസിലില്ല. തൗഹീദിൻ്റെ ആ ഫൗണ്ടേഷനിൽ കെട്ടിപ്പടുത്തതല്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കൂല. പണിയെടുത്ത് ശരിയാണ്, പക്ഷേ അടിസ്ഥാനം തകർന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിടുകയാണ് വിഷയം. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ അന്വേഷിക്കുക, തെളിവുകൾ തിരയുക, ചോദിച്ച് പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായി കണ്ട് മനസ്സിലാക്കി അതിൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.